Hi dear students, here is another lesson. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in summer 1928. At that time, Nehru was in Allahabad and Indira was in Missouri. Nehru used to write letters from time to time into Indira. Yeah, the Book of Nature is one of those letters. ഇവിടെ എന്താണ് പറയുന്നത്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ളൊരു ഭാഗമുണ്ട്. ഒരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ നെഹ്റു അദ്ദേഹത്തിന്റെ മകളായ ഇന്ദിരാഗാന്ധിയായ പിൽക്കാലത്ത് ഇന്ദിര അവർക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ്. കളക്ഷൻ സമാഹാരമാണ്. 1928 ഇത് എഴുതിയത്. ആ സമയത്ത് നെഹ്റു അലഹാബാദ് ജയിലിലായിരുന്നു. അതുപോലെ മസൂറിയിലായിരുന്നു ഇന്ദിര ഉണ്ടായിരുന്നത്. നെഹ്റു യൂസ്ഡ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എഴുതാറുണ്ടായിരുന്നു. യൂസ് ടു ഗോ, പോകാറുണ്ടായിരുന്നു. യൂസ് ടു സിറ്റ്, ഇരിക്കാറുണ്ടായിരുന്നു. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റിൽ പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരു ശീലം പറയാൻ വേണ്ടിയാണ് യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, യൂസ് ടു എന്നുള്ളത് ഓക്സിലറി വെർബാണ്. The Book of Nature is one of those letters. Book of Nature എന്നുള്ളത് അതിൽപ്പെട്ട letters ആണ്. Okay, let me read first. Oh yeah, when you and I are together, you often ask me questions about many things, and I try to answer them. Now that you are at Missouri and I am in Allahabad, we cannot have these talks. I am therefore going to write you from time to time short accounts of the story of our earth. I'm afraid I can only tell you very little in these letters of mine, but that little, I hope, will interest you and make you think of the world as a whole and of the other people in it as our brothers and sisters. When they grow up, you will read about the story of the earth and her people in fat books. You will find it more interesting than any other story or novel that you may have read. Let me explain, mother tongue. When you and I are together, you often ask me questions about many things. നമ്മൾ രണ്ടാളും ഒന്നിച്ചായ സമയത്ത് നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഓഫൺ ആസ്ക് മീ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഐ ട്രൈ ടു ആൻസർ ദം, ഞാൻ ആൻസർ പറയാൻ ശ്രമിക്കാറുണ്ടെന്നു. നൗ ദാറ്റ് യു ആർ അറ്റ്, പക്ഷെ ഇപ്പോൾ നൗ ദാറ്റ് എന്ന് പറഞ്ഞാൽ ബിക്കസ്, ഇപ്പോൾ ബിക്കസ് എന്ന് അർത്ഥമുണ്ട്, കാരണം. അതെന്താണ് കാരണം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പൊ നീ എവിടെയാണ്? യു ആർ അറ്റ് മിസൂറി ആൻഡ് ഐ ആം ഇൻ അലഹബാദ്. വി കൻ നോട്ട് ഹാവ് ദിസ് ടോക്സ്. ഇപ്പൊ അതേപോലെ സംസാരിക്കാൻ കഴിയില്ല. So that, ഞാൻ അതുകൊണ്ട് going to write when you from time to time short accounts of story of our earth. ഞാൻ ഭൂമിയുടെ ചരിത്രം ഞാൻ കുറച്ച് നിനക്ക് അയക്കാൻ പോകുന്നു, സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട്. I'm afraid I can only tell you very little in these letters of mine. I am afraid, ശരിക്കും afraid എന്ന് പറഞ്ഞ അർത്ഥം പേടിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. പേടി എന്നൊക്കെ അർത്ഥം. പക്ഷെ ഐ ആം അഫ്രൈഡ് എന്ന് ഉപയോഗിക്കൽ എപ്പോഴാണ്? പൊളൈറ്റായിട്ട് ഒരു കാര്യത്തെ നമ്മൾ വിയോജിക്കുകയാണ്. ഒരു കാര്യത്തോട് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് വിയോജിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദിസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ. വളരെ കുറച്ചുണ്ടാവുള്ളൂ. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു, മേക്ക് യു തിങ്ക് ഓഫ് വേൾഡ് ആസ് ഹോൾ. ആ ചെറിയ കാര്യം തന്നെ ലോകത്തെ വലുതായി കാണാൻ നിന്നെ പ്രേരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. And of other people in it as our brothers and sisters. അതുപോലെ മറ്റാളുകളും നമ്മുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരെയും നിനക്ക് അവർക്ക് വലുതായി കാണാൻ സാധിക്കും. നീ വളർന്ന സമയത്ത് when you grow up you will read about the story. When you grow up you will read about the story of earth and her peoples in fat books. നീ വളരുന്ന സമയത്ത് ഭൂമിയെക്കുറിച്ചും അതുപോലെ അതിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നീ പഠിക്കും.
ഇൻ ഫാൻ ബുക്സ് വലിയ ഗ്രന്ഥങ്ങൾ കൊണ്ട് നീ പഠിക്കും, അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങൾ കൊണ്ട് പഠിക്കും. You will find it more interesting than any other story or novel that you may have read. ഇത് എന്ന് പറഞ്ഞാൽ നീ നീ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ട്, അത് നീ ഇതുവരെ വായിച്ച ഏത് പുസ്തകത്തെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. വാട്ട് ഈസ് ദ ഓതർ ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ? എന്താണ് ഇവിടെ ഓതർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? നെഹ്റു. എന്താണ് ഓതർ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് മകളോട്? നെഹ്റു says that he cannot have talks with his daughter. Why? ഇപ്പോ ഈ സമയത്ത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലേ, എന്താണ് കാരണം? തേർഡ്, why did Nehru say that Indira would read about earth in fat books? നെഹ്റു എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇന്ദിര വുഡ് റീഡ് അബൌട്ട് എർത്ത് ഇൻ ഫാറ്റ് ബുക്സ്? ഭൂമിയെക്കുറിച്ച് കട്ടിയുള്ള പുസ്തകങ്ങൾ നീ വായിക്കുമായിരിക്കും അല്ലെങ്കിൽ വായിക്കുമായിരുന്നു എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഓക്കെ, ദെൻ നെക്സ്റ്റ്, where is next? Yeah, books. But in olden times when men did not exist, surely no books could have been written. How then can we find out what happened then? We cannot nearly sit down. Here is one thing I didn't see that. You read history in books, but in old times when men did not exist, surely no books could have been written. How then can we find out what happened then? We cannot nearly sit down and imagine everything. This would be very interesting, for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. But this need not be true, as it would not be based on any fact that we had seen. But although we have no books written in those far off days, fortunately we have some things which tell us a great deal as well, almost as a book would. We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals. These and other like things are our books for the earth's early story, and the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. You will, I hope, soon begin to learn how to read this story from the rocks and mountains. Imagine how fascinating it is. Every little stone that you see lying on the road or on the mountainside may be little page in nature's book, and may be able to tell you something if you only knew how to read it. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also you must learn the alphabet of nature before you can read her history in her books of stone and rock. Even now perhaps you know a little how to read this. Yeah, let me explain mother tongue here. You read history in books. You read history in books. നീ എന്ത് ചെയ്യും? ചരിത്രത്തിലൂടെ നീ പുസ്തകങ്ങൾ വായിക്കുന്നു. യു റീഡ് ഹിസ്റ്ററി ഇൻ പുസ്തകത്തിൽ ചരിത്രം വായിക്കുന്നു. But in old times when men did not exist, surely no books could have been written. മനുഷ്യനില്ലാത്ത കാലത്ത് ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടില്ലല്ലോ. How then we find out what happened then? പിന്നെ എങ്ങനെ നമ്മൾ കണ്ടെത്തും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എങ്ങനെ കണ്ടെത്തും? We cannot nearly sit down and imagine everything. നമുക്ക് ഇവിടെ എടുത്തിരുന്നിട്ട് എല്ലാം ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. Yeah, then this would be very interesting, for we could imagine anything we wanted to want those make up those most beautiful fairy tales. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്തും ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. ഫെയറി ടേൽസ് പോലെ, കഥകളെ പോലെ, ബ്യൂട്ടിഫുൾ ഫെയറി ടേൽസ്, ദേവതകളുടെ കഥ പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ,
Yeah, but this need not be true as it would not be based on any fact that we had seen. ഇതൊന്നും നമ്മളേതെങ്കിലും കണ്ണു മറന്ന അല്ലെങ്കിൽ കണ്ട ഒരു സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതൊന്നല്ല, എല്ലാവർക്കും അറിയാം. But although we have no books written in those far off days, fortunately we have some things which tell us a great deal as well, almost as a book would. പക്ഷെ അന്നൊക്കെ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഇതിനേക്കാൾ വലിയൊരു പുസ്തകമായിട്ട് അന്നത് വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നത് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു പുസ്തകമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണത്? We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals. ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്തൊക്കെ? സീസ്, കടലുകള്, നക്ഷത്രങ്ങള്, പുഴകള്, അതുപോലെ മരുഭൂമികള്, ഫോസിലുകള്, അതുപോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു. These and other like things are our books for Earth's early story. ഇതൊക്കെയാണ് പഴയകാലത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. And the real way to understand this story is not merely to read about the other people's books, but to go the great book of nature itself. പ്രകൃതിയെക്കുറിച്ച് പഴയ ചരിത്രം അറിയാന്നുള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം? പുസ്തകത്തിൽ നിന്ന് വായിക്കലല്ല. To go to the great book of nature itself. എന്ത് ചെയ്യാ? പ്രകൃതിയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. You will, I hope soon. You will എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. I hope soon will begin to learn how to read the story from the rocks and mountains. ഉടനെ തന്നെ നീ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? മൗണ്ടെയിൻസിൻ്റെ അടുത്തുനിന്നും സ്റ്റോൺസിൻ്റെ അടുത്തുനിന്നൊക്കെ എങ്ങനെ പഠിക്കാം എന്ന്, എങ്ങനെ പുസ്തകം വായിക്കാം, എങ്ങനെ പഠിക്കാമെന്ന് നീ പഠിക്കണം. നീ പഠിക്കുമ്പോൾ നിനക്ക് ഉറപ്പാണ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. ഇത് നമ്മളെ എത്രമാത്രം ആകർഷിക്കും, എത്ര ത്രസിപ്പിക്കും. Every little stone that you see lying on the road and mountainside may be little page in nature's book. Okay, നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന, അതുപോലെ മറ്റു സ്ഥലത്ത് കാണുന്ന, മൗണ്ടൻ സൈഡിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കല്ലുകൾ, ഇതൊക്കെ എന്താണ്? ഈ പുസ്തകത്തിലെ ചെറിയ ചെറിയ പേജുകളാണ്. ഓക്കെ, കമ്പാരിസൺ ആൻഡ് books and may be able to tell you something if you only knew how to read it. ഇത് അറിഞ്ഞാൽ മാത്രമേ maybe tell you something, ഇതൊക്കെ നിന്നോട് എന്താണ് പറയുന്നത്? ഇത് വായിക്കാൻ അറിഞ്ഞാൽ ഇതെന്താണ് നിന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്താ പറഞ്ഞത്? നാച്ചുറൽസ് ബുക്കിൽ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? എന്താണ് ആ കല്ല് നിന്നോട് പറയുന്നത് എന്നൊക്കെ നിനക്ക് മനസ്സിലാവുള്ളൂ. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also you must learn the alphabet of nature before you can read her story in her books of stone and rock. Even now, perhaps you know a little how to read this. നമ്മൾ ഹിന്ദി ഉറുദു ലാംഗ്വേജുകൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ ആൽഫബറ്റ് പഠിക്കണം, അല്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ പുസ്തകം വായിക്കൽ മാത്രമല്ല, പിന്നെ ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. ഇപ്പോൾ പോലും നമുക്ക് കുറച്ച് വായിച്ച അറിവേ ഉള്ളൂ, നേരിട്ട് പോയ അറിവ് ഇല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ റീഡിങ് ദ ബുക്സ് ഓഫ് നാച്ചർ? റീഡിങ് ദ ബുക്ക് ഓഫ് നാച്ചർ എന്നുകൊണ്ട് എന്താണ് നെഹ്റു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രകൃതിയെ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് ഷോ നെഹ്റുസ് ലവ് ഫോർ നാച്ചർ. നെഹ്റുവിൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടുവരിക. വാട്ട് ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്സ് ഓഫ് നാച്ചർ അക്കോർഡിംഗ് ടു നെഹ്റു? നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു പേജിലെ ആൽഫബറ്റും അതുപോലെ നാച്ചറിൻ്റെ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്? പേജ് അതുപോലെ ആൽഫബറ്റ് എന്താണ് നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ? ഇവിടെ ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനിങ് പബിൾ ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? നമ്മളൊരു നല്ല രസമുള്ള ഒരു ഷൈനി, നല്ല തിളക്കമുള്ള ഒരു പെബിൾസ് കാണുകയാണെങ്കിൽ അതെന്തോളം നമ്മളോട് പറയുന്നുണ്ടോ? ഉണ്ടോ? How did it get round and smooth and shiny? ഇതെങ്ങനെ ഇങ്ങനെ സ്മൂത്തും നല്ല തിളക്കമുള്ളതായി?
വിതൗട്ട് എനി കോർണേഴ്സ് ഓഫ് റഫ് എഡ്ജ്. ഇതിനൊരു റഫ് എഡ്ജോ അങ്ങനെ കോർണറൊന്നും ഇല്ലാതെ ഇങ്ങനെ എത്ര മനോഹരമായി. ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്സ് ഇൻ ടു സ്മാൾ ബിറ്റ്സ്, ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണർ ആൻഡ് റഫ് എഡ്ജ്. നമ്മൾ വലിയൊരു പാറ പൊട്ടിക്കുമ്പോൾ ഓരോന്നിനും റഫായിട്ടുള്ള എഡ്ജും റഫായിട്ടുള്ള കോർണേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. ഇതുപോലെ ഒന്നല്ലല്ലോ പെബിള്. ഹൗ then did the pebble became so round and smooth and shiny? പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ സ്മൂത്തും ഷൈനിയും, ഷൈനി എന്ന് പറഞ്ഞാൽ തിളക്കമുള്ളതും അതുപോലെ സ്മൂത്ത് ആകുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ്സ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് eyes to see and ears to hear it. നിങ്ങൾക്ക് കാണാനുള്ള നല്ല കണ്ണും അതിനെ കാണാനുള്ള കണ്ണും അതിനെ കേൾക്കാനുള്ള കേൾവിയുണ്ടെങ്കിൽ തീർച്ചയായും അതറിയും. It tells you that once upon a time, it may be long ago, it was a bit of rock. It tells you that ഇതെന്താണ് പറയുന്നത്? Once upon a time, it may long ago, it was a bit of rock. Just like the bit of you may break from brick rock or stone with plenty of edges and corners. Probably it rested on some mountainside. ഇത് എന്താണ് ആ കഥ പറയുന്നത് നിനക്കറിയോ? Yeah, it is just like a bit you break from a big rock or stone with plenty of edges of corners. എന്താണ് നീ നേരത്തെ ചെയ്തതുപോലെ, നീ നേരത്തെ കണ്ടതുപോലെ ഒരു വലിയ പാറമെന്ന് ചെറിയ സ്റ്റോൺസുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നു അറിയില്ല, അതുപോലെ അതൊക്കെയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. Probably it rested on some mountain side. ഇത് മേ ബി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട്, റെസ്റ്റ് എടുക്കുകയാണ്. Yeah. Then came rain and washed it down to the little valley where it found mountain stream. അങ്ങനെ മഴ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മൗണ്ടൻ സ്ട്രീമിൽ ഒരു അരുവികളിലേക്ക് ഒഴുകി നടക്കുന്നു. which pushed it on and until reached little river. അതിങ്ങനെ പോയി അവസാനം പുഴയിലേക്ക് എത്തുന്നു. and the little river took it to the big riverലേക്ക് പോകുന്നു. and all the while it rolled at the bottom of the river and its edges were worn away. അങ്ങനെ എന്ത് ചെയ്യുന്നു? പുഴയിലേക്ക് പോകുന്നു, അതിൻ്റെ എഡ്ജസും എല്ലാം എന്ത് ചെയ്യുന്നു? ഒലിച്ചങ്ങനെ പോകുന്നു. Thus the rough surface was made smooth and shiny. അങ്ങനെ എന്ത് ചെയ്യുന്നു? സ്മൂത്തും ഷൈനിക്കായി മാറുന്നു. Yeah. So it became the pebble that you see. Somehow the river left behind and you found it. So it became the pebble that you see. Somehow the river left behind and you found it. പെബിളിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പെബിൾ എങ്ങനെ ആയിത്തീർന്നു? ദാറ്റ് യു സീ, നിങ്ങൾ കാണുന്ന ഈ പെബിൾ ആയിത്തീർന്നത് എങ്ങനെയാണ്? somehow the river left behind and you found it. ചിലപ്പം പുഴ നമ്മുടെ പിന്നിൽ ഒഴുകി വരുന്നത് കാണാം. if the river had carried it on it, it would have become smaller and smaller. പുഴ ഇതിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് smaller ആയിട്ട് മാറുന്നു. till at last it became a grain of sand and joined its brothers and its seaside to make a beautiful beach. ഇതെന്ത് ചെയ്യുന്നു? അവസാനം രൂപപ്പെട്ട് കടൽ തീരത്ത് എത്തിച്ചേർന്ന് അതെന്ത് ചെയ്യുന്നു? അതിനോട് ചേർന്നിട്ട് നല്ലൊരു ബീച്ചായി രൂപപ്പെടുന്നു. where little children can play and make castle out of sand. എന്ത് ചെയ്യുന്നു? ബ്യൂട്ടിഫുൾ ബീച്ചായി മാറുന്നു. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള കാസിൽ, കൊട്ടാരങ്ങളും മണലിൽ കളിക്കാനുള്ള എല്ലാ സൗകര്യവുമായിട്ട് ഒരു മണലായി രൂപാന്തരപ്പെടുന്നു, കടപ്പുറത്തെ മണലായി രൂപാന്തരപ്പെടുന്നു. if a little pebble can tell you so much, how much more could we learn from all rocks and mountains and the many other things we see around. ഈ ചെറിയൊരു പെബിൾ നമ്മൾ എത്ര കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും, അതുപോലെ റോക്സും മൗണ്ടൻസും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലേ? much more could we learn from all the rocks and mountains and the many other things we see around us. മൗണ്ടൻസിനെ കുറിച്ചും കല്ലിനെ കുറിച്ചും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് നെഹ്റു ആരോട് പറയുന്നത്? ഇന്ദിരാഗാന്ധിയോട് പറയുന്നത്, കത്തെഴുതുന്നത്. 7th question, what does Nehru mean by good eyes to see and ears to hear? കേൾക്കാൻ നല്ല കാതും കാണാൻ നല്ല കാഴ്ചയും ഉണ്ടാവണം എന്ന് പറയാൻ കാരണം എന്താണ്? Okay, that's all.